20 വർഷക്കാലത്തിന് ശേഷം യഥാർത്ഥ മരണത്തിലേക്ക് കീഴടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്ത എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. പ്രിൻസ് അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ എന്നറിയപ്പെടുന്ന സൗദി അറേബ്യയിലെ രാജകുമാരനാണ് മരണപ്പെട്ടു പോയത്. 1990 ഈ രാജകുമാരൻ ജനിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ ഖാലിദ് ബിൻ തലാൽ അൽ സഊദ് രാജകുമാരൻ്റെയും റീമ ബിൻ തലാൽ രാജകുമാരിയുടെയും മൂത്ത മകനാണ് അൽ വലീദ് എന്ന് പറയുന്ന രാജകുമാരൻ. ചെറുപ്പത്തിൽ അദ്ദേഹം ലണ്ടനിലായിരുന്നു പഠിച്ചിരുന്നത്. അങ്ങനെ ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ രാജകുമാരൻ്റെ ജീവിതം കീഴ്മേൽ മറിയുന്നത്. 2005 ലണ്ടനിൽ വെച്ചുകൊണ്ട് ഒരു വാഹനാപകടമുണ്ടാകുന്നു. ആ അപകടത്തിൽ വളരെയധികം ഗുരുതരമായ പരിക്ക് അദ്ദേഹത്തിൻ്റെ തലച്ചോറിലുണ്ടാവുകയാണ്. അതിനു പിന്നാലെയാണ് രാജകുമാരൻ കോമയിലേക്ക് പോകുന്നത്. ലോകത്തെ ഏറ്റവും വലിയ പ്രശസ്തരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ഡോക്ടർമാരെ കൊണ്ടുവന്നു, ഒരുപാട് ചികിത്സകൾ നടത്തി. നമുക്കറിയാം, അദ്ദേഹം ഒരു രാജകുമാരനാണ്. സ്വാഭാവികമെന്നോണം വലിയ സമ്പത്തൊക്കെയുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ കുടുംബക്കാർ ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ ശ്രമിച്ചു. പക്ഷേ എല്ലാവരും കൈയൊഴിഞ്ഞു. ഇനി ഒന്നും തങ്ങൾക്ക് ചെയ്യാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയപ്പോൾ ആ കുടുംബത്തിന് തൻ്റെ മകനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അവസാനം ആ രാജകുമാരനെ ജീവൻ നിലനിർത്താൻ വേണ്ടി വെന്റിലേറ്ററിലേക്ക് കയറ്റി. അവസാനം തൻ്റെ മകനെ വീട്ടുകാർ വെന്റിലേറ്ററിൻ്റെ സഹായത്താൽ ജീവൻ നിലനിർത്തിക്കൊണ്ടുപോയിരുന്നു. അങ്ങനെ 20 വർഷക്കാലം നീണ്ടുപോയി, അതായത് 2 പതിറ്റാണ്ട്. തൻ്റെ മകൻ എങ്ങനെയെങ്കിലും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പക്ഷേ പടച്ചറബിൻ്റെ വിധി, ആ വിധി തടുക്കുവാൻ ഈ ലോകത്തൊരു ശക്തികൾക്കും സാധ്യമല്ല. നമ്മുടെ ഈ വരുന്ന കോടിക്കണക്കിനുള്ള സമ്പാദ്യത്തിനും പണത്തിനും ശാസ്ത്ര നൂതന സാങ്കേതിക വിദ്യകൾക്കൊന്നും റബ്ബിൻ്റെ വിധി തടുക്കുവാൻ കഴിയില്ല. നിങ്ങൾ നോക്ക്, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രാജകുമാരൻ്റെ മരണം. കോടിക്കണക്കിന് സമ്പാദ്യമുണ്ടായിട്ടും ആ സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തുള്ള സകല വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ ചികിത്സ നൽകിയിട്ടും ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ അവർക്ക് സാധിച്ചില്ല. പടച്ചറബിൻ്റെ വിധിക്ക് മുമ്പിൽ അവരുടെ പണങ്ങളും സമ്പാദ്യങ്ങളുമെല്ലാം ഒന്നുമല്ലാതായി മാറി. നമുക്കറിയാം, ആധുനിക സൗദി അറേബ്യയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന അബ്ദുൽ അസീസ് രാജാവിൻ്റെ ചെറുമകൻ കൂടിയാണ് അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ എന്ന് പറയുന്ന രാജകുമാരൻ. പ്രിൻസ് തലാൽ ബിൻ അബ്ദുൽ അസീസ് അൽ സഊദ് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ കൂടിയാണ്. ഈ രാജകുമാരൻ്റെ അപകടത്തെ തുടർന്ന് ആദ്യം ചികിത്സിച്ചിരുന്നത് കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയിലായിരുന്നു. അവിടെ എല്ലാ വിധത്തിലുമുള്ള ചികിത്സ നൽകിയിട്ടും അവസാനം ഒരു മാറ്റവും കാണാതെ വന്നപ്പോൾ അദ്ദേഹം തൻ്റെ മകനെ കൊട്ടാരത്തിലേക്ക് മാറ്റുകയുണ്ടായി. സകല ജീവൻ രക്ഷാ സംവിധാനങ്ങളും ഒരുക്കി അവസാനം തൻ്റെ മകനെ കൊട്ടാരത്തിൽ പിതാവ് അവിടെ കിടത്തിയിരുന്നു. അവിടെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. കുറച്ച് പണവും സമ്പാദ്യമൊക്കെ വന്നു കഴിയുമ്പോൾ താൻ എല്ലാമാണ് എന്ന് സ്വയം ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് വളരെയധികം വലിയ പാഠമാണ് ഈ രാജകുമാരൻ്റെ ജീവിതം. നോക്കൊരു മനുഷ്യന് ജീവൻ നൽകുന്നതും ആ മനുഷ്യനെ മരിപ്പിക്കുന്നതുമെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്കനുസൃതമാണ്. നോക്കു, പടച്ചറബ് വിചാരിച്ചു കഴിഞ്ഞാൽ ഏതു വലിയ അപകട സാഹചര്യങ്ങളിൽ നിന്നും, മരണത്തെ മുഖാമുഖം കാണുന്ന സാഹചര്യങ്ങളിൽ നിന്നും, ഡോക്ടർമാർ പോലും കൈയൊടിയുന്ന പല സാഹചര്യങ്ങളിൽ നിന്നും റബ്ബിന് സഹായിക്കാൻ സാധിക്കും. അതിനെ